മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പ്രയോജനം വരുന്ന കാര്യമാണ്. അതുകൂടാതെ പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എല്ലാവരെയും അറിയിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ഫോണിൽ വന്നിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. എന്തായാലും നമ്മുടെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലുള്ളവർ ഏറ്റവും കൂടുതൽ ഇത് പണി മേടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാൻ വീഡിയോ കാണിച്ച് വിശദമായിട്ട് ഇത് പരിചയപ്പെടുത്താം. ഫ്ലിപ്കാർട്ടിൽ ഒരു വമ്പൻ ഓഫർ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു സംഭവമാണിത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഓഫറിൽ ഓർഡർ ചെയ്യാനായിട്ട് ഞെക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ പേജിലാണ് ചെല്ലുന്നത്. ഫ്ലിപ്കാർട്ടിൻ്റെ പേജിൽ വന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇഷ്ടം പോലെ ജീപ്പും കാറും ഒക്കെ കുട്ടികളുടെ അതായത് 10-20,000 രൂപ വില വരുന്ന സാധനങ്ങൾ വെറും 199 299 രൂപയ്ക്കൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുക. ഇതുണ്ടോ, 16,000 ചിലവിൻ്റെ വരുന്ന സാധനമാണ് 299 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇതിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഫുൾ നെയിം, മൊബൈൽ നമ്പർ അടക്കമുള്ള എല്ലാ സംഗതികളും നമ്മൾ അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കാണ് ഓൾറെഡി ഇവർ ഈ ഒരു സംഭവത്തിൻ്റെയൊക്കെയുള്ള നമുക്ക് ആദ്യം നമ്മുടെ അഡ്രസ്സ് സേവ് ചെയ്ത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ എല്ലാം വരുന്നത്. അത് ഫ്ലിപ്കാർട്ടാണല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ വരണമല്ലോ. അങ്ങനെ ഈ ഭാഗം എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർഡർ കൺഫേം. അത് ഡെലിവറി വരെ ഫ്രീ ആട്ടോ. ആ കാര്യം മറന്നു പോയത് ആലോചിക്കണം. 16,100 രൂപയുടെ സാധനമാണ് നമുക്ക് 299 രൂപയ്ക്ക് കിട്ടുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് ഓർഡർ ചെയ്യുമ്പം അടുത്ത പ്രശ്നം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. എല്ലാവർക്കും ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഗൂഗിൾ പേയിലോട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവത്തിലോട്ടാണെങ്കിലും കണ്ടിന്യൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞത്, ഇതിൻ്റെ മുകളിലത്തെ ഒരു സംഭവം കേട്ടോ, 4 മിനിറ്റ് 40 സെക്കൻഡ്. ഈ സെക്കൻഡിനുള്ളിൽ ഇത് ഓർഡർ ചെയ്തില്ലേ പോകും. അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായ വിവരങ്ങൾ നമുക്ക് കാത്തു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓർഡർ ചെയ്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇന്ത്യയാണോ ബാക്കിയുള്ള ഏത് സ്ഥലമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ഇവിടുന്ന് ഗൂഗിൾ പേയിലോട്ട് പോയി തട്ടിപ്പാട്ട് വരുന്ന സംഭവമാണ് ഇപ്പോൾ കണ്ടത്. ഇനി യഥാർത്ഥ ഫ്ലിപ്കാർട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് യഥാർത്ഥ ഫ്ലിപ്കാർട്ട്. യഥാർത്ഥ ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ വില കണ്ടോണേ, കിടക്കുന്ന വില കണ്ടോ. ഇങ്ങനൊരു അതായത് ഒരു പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഫ്ലിപ്കാർട്ടിൻ്റെ പഴയ ഒരു പേജ് ഇട്ടിട്ട് പക്ക ഫ്രോഡ് പണിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സമയം ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ ചെക്ക് ചെയ്യാൻ നിൽക്കത്തില്ല. പെട്ടെന്ന് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു മുകളിലൊരു ലോഗോയും ഇതും കണ്ടിട്ട് നമ്മൾ കയറി ഓർഡർ ചെയ്യാൻ നിൽക്കും. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ്റെ അകത്ത് ഏതെടുത്ത് കഴിഞ്ഞാലും അത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം എന്താ നോക്കിയോണേ, ആ പേജ് എടുത്ത് ഓർഡർ എടുത്ത് ഫ്ലിപ്കാർട്ടിൻ്റെ പേജ് വന്ന് അത് കഴിഞ്ഞിട്ട് ബാക്കി ഏത് ക്ലിക്ക് ചെയ്താലും അത് വരില്ല. അത് ചുമ്മാ ഒരു ഇതിനു വേണ്ടി മാത്രം കൊടുത്തേക്കാണ്. ജീപ്പിൻ്റെ ഒക്കെ അല്ലെങ്കിൽ കാറിൻ്റെ ഈ ടോയ്സിൻ്റെ ഐറ്റംസിൽ മാത്രമേ ഓഫർ ഇങ്ങനൊരു ഇത് കാണിച്ചുകൊണ്ട് എന്തിൽ ക്ലിക്ക് ചെയ്താലും ആ ഒരു ഓഫറിലെ ഐറ്റത്തിൽ മാത്രമേ ചെല്ലുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ എടുത്തപ്പോഴും മുകളിൽ സമയം കാണിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 11 മിനിറ്റ് വീണ്ടും സ്റ്റാർട്ടാവുക. ആ ഒരു രീതിയിലാണ് അവർ ഫ്രോഡെന്ന് വെച്ചാൽ പക്ക ഫ്രോഡ് പരിപാടിയാണ്. മൊത്തം ജീപ്പും കാറുകളും, കുട്ടികളുടെ ജീപ്പും കാറും. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു ഓഫറൊക്കെ ഫ്ലിപ്കാർട്ടിലും പരിപാടിയിലും ഒക്കെ നടക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് നമ്മൾ ചാടി കയറി ഓർഡർ ചെയ്യും. ഇതിന് മുകളിലായിട്ടൊരു സമയവും കൊടുത്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ പേര് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും ഓർഡർ ചെയ്ത് പോകും. പക്ഷേ ഇതൊരു വമ്പൻ ഉടായ്പ സംഭവമാണ്. അതുകൂടാതെ ഒരു സിക്കുകാരനാണെങ്കിൽ ഒരു പരസ്യമായിട്ട് ഇടയ്ക്ക് വന്ന് കാണിക്കുന്നുണ്ട്, ഇതിന് 299 രൂപയേ ഉള്ളൂ, ഇതിന് 199 രൂപ ഉള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞൊരു പരസ്യം കൊണ്ട് അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വലിയ സംഭവം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ടും ഈ ഉടായ്പിൽ പോയി നമ്മൾ വീഴാതെ മാക്സിമം സൂക്ഷിക്കുക. പൈസ ഇട്ട് കൊടുത്തവർക്ക് ഒരു സംഭവത്തിനും ഈ സാധനങ്ങൾ വരുത്തില്ല. അതുമാത്രമല്ല തിരിച്ച് ഈ ഒരു പൈസ കിട്ടാനും പോകുന്നില്ല. ഇപ്പോൾ കണ്ട, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ 11 മിനിറ്റിൻ്റെ കണ്ട ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. 9:24 9:22 അങ്ങനെ കുറഞ്ഞ് വരുവാണ്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇത് നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടെ ലൈക്ക് കൊണ്ട് തന്നെ യൂട്യൂബ് ഇത് റെക്കമെൻഡേഷൻ ചെയ്ത് സാധാരണക്കാരിലേക്ക് എത്തും. പല സാധാരണക്കാരനോ അല്ലെങ്കിൽ പെട്ടെന്ന് വരാം. അതുകൊണ്ട് തന്നെ മാക്സിമം ഇത് ഷെയർ ചെയ്യാൻ നോക്കുക. ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. അതുകൂടാതെ മാക്സിമം ലൈക്ക് ചെയ്യാൻ നോക്കുക. ലൈക്ക് ചെയ്തത് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം ഇത് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ജനങ്ങൾക്കത് പ്രയോജനം ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം മാക്സിമം ഇതൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഉടായ്പിൻ്റെ അങ്ങ് അറ്റത്തെ പരിപാടിയാണ്. പിന്നെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും അടക്കമുള്ള എല്ലാ സംഗതികളും ഇവരിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനൊരു വലിയ പ്രശ്നം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാം നോക്കിയും കണ്ടും മാത്രം ചെയ്യുക. വമ്പൻ ഉടായ്പ പരിപാടിയാണ്. ഇത് വരുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഇതിനോടൊപ്പം ഓർമ്മിപ്പിക്കുകയാണ്. ചില ആൾക്കാരെന്നെ വിളിച്ച് പറഞ്ഞു, ഇതേട്ടാ ഇങ്ങനെ സംഭവം വന്ന ഒരു പൈസ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ആ സംഭവം അതിനെ തുടർന്നാണ് നമുക്ക് ലിങ്ക് കിട്ടിയതും ഇതെടുത്ത് നോക്കിയതും ഒക്കെ. അപ്പം സൂക്ഷിക്കുക. പിന്നെ
അപ്പോൾ എല്ലാവർക്കും ഒരു തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ഒരു നമ്മുടെ വീഡിയോ ചുരുക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ ഞാനിതിൻ്റെ ഒന്നുകൂടെ വിശദമായിട്ട് ഇത് ചുമ്മാ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ഫുള്ള് ചെക്ക് ചെയ്യാം. എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം സോഷ്യൽ ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ.